ഹലോ ഗൈസ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മളിന്നും റൂബി ഫാമിലേക്കാണ് പോകുന്നത്. സോ പട്ടിപ്പണിയാണെന്നാണ് പറയുന്നത് കേട്ടത്. സോ ഗൈസ്, ഞാൻ വലിയ സീനില്ലാണ്ട് ജീൻസ് പാൻറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ടില്ല, ട്രാക്ക് പാൻസ് ഇട്ട് വന്നിരിക്കുകയാണ്. സോ എന്തായാലും എന്താവുന്നുള്ളത് നോക്കാം. ഹലോ ഗായ്സ്, സോ വെൽക്കം ടു അനദർ വ്ലോഗ്. സോ നമ്മളിന്ന് റൂബി ഫാമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അലൻ ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വന്നു. സോ വി ആർ ഗോയിങ്. അലനാണ് വണ്ടി ഓടിക്കുന്നത്. നമുക്കൊരു വെറൈറ്റിക്ക് നമുക്ക് ഇപ്രാവശ്യം വണ്ടി ഓടിക്കാം. നെക്സ്റ്റ് ടൈം ഞങ്ങൾ വണ്ടി ഓടിക്കുന്നതായിരിക്കും. ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല വണ്ടിക്ക്. ഇന്ന് പട്ടിപ്പണി എടുക്കാനാ പോകുന്നത്. എല്ലാം കാണിച്ചുതരാം നിങ്ങളെ. യെസ് എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. ഗൈസ്, അപ്പം ഡേ 2 അറ്റ് റൂബി ഫാം. ഞങ്ങളിവിടെ എത്തി. ഇനി കാണേണ്ടത് നമ്മുടെ വൈഷ്ണവിനെയാണ്. വീട്ടിലിടുന്ന വസ്ത്രമായിട്ടാണ് മടിച്ച്. അവൾക്ക് ആൾ ഒരുങ്ങിപ്പോലല്ലോ കേട്ടോ. കണ്ടോ, ഇത് പാടത്ത് പണിയെടുക്കാൻ തന്നെ ഇവിടെ വന്നത് കണ്ടില്ലേ. പിന്നെ ഒരു പേരിന് വേണ്ടി മാത്രം ഒരു കമ്മലിട്ട് വന്നിട്ടുണ്ട്, ഒന്ന് സ്റ്റൈലാക്കാൻ വേണ്ടി. ഇത് വീട്ടിലിരുന്ന് ഉൾപ്പെട്ടുകൊണ്ട് വന്ന സത്യമായിട്ടും. അപ്പോൾ റൂബി ഫാമിലത്തെ ടിജിൻ ചേട്ടാ നമുക്ക് ന്യൂട്രിയൻ എങ്ങനെ കളിക്കണേന്ന് പറഞ്ഞു തരാണ്. പറഞ്ഞോ ഗൈസ്, ഇന്ന് ഫാം മൊത്തം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സോ നമുക്ക് ആദ്യം തന്നെ ട്രഫിലേക്കുള്ള സീഡ്ലിങ്സിനുള്ള ന്യൂട്രിയൻ നമുക്ക് കലക്കി ഒഴിക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. സോ എന്തായാലും നമുക്ക് കലക്കട്ടെ ഗൈസ്, അല്ലേ? സോ ആൻ കലക്കും, ആൻ വെയിറ്റ് ചെയ്യും. ഓ സോറി, സാൻഡ്ര അവിടെ നിന്ന് കലക്കുന്നുണ്ട്. ആൻ ഇവിടെ നിന്ന് ന്യൂട്രിയൻസ് ചെയ്യും. ഇപ്പൊ ഏതൊക്കെയാ ന്യൂട്രിയൻസ് ഒക്കെ പറഞ്ഞുതരാം. പറഞ്ഞോളൂ. ഫസ്റ്റ് എ അല്ല, ബിയാ. ഫസ്റ്റ് ബിയാ. ബി നമ്മൾ ബി പോർഷൻ സെപ്പറേറ്റ് ആയിട്ടും എ പോർഷൻ സി പോർഷൻ ഒന്നിച്ചും ആണ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നത്. ബി കൂടി ആഡ് ചെയ്ത് അതിനകത്ത് പ്രസിപ്പിറ്റേറ്റ് ആവും. അങ്ങനെ നമുക്ക് ന്യൂട്രിയൻസ് കിട്ടില്ല. സോ നമ്മൾ എയും സിയും ഇത് ചെയ്ത് തന്നെ പ്രസിപ്പിറ്റേറ്റ് ആകില്ല. ഇതാണ് നമ്മൾ ബി പോർഷൻ ആണ് നമ്മൾ ആദ്യം വെള്ളത്തിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ ടാങ്കിൽ കലക്കാൻ. യെസ് ഐ എം ബ്രിങ്ങിങ് ദിസ് ടു സാൻഡ്ര. ഇതാണ് നമ്മുടെ ടാങ്ക്. ഈ ടാങ്കിലാണ് സാൻഡ്ര മിക്സ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ അറൗണ്ട് 750 ppm ആക്കണം. 750-800 ppm ആക്കണം. ഓക്കെ, ഓ എത്രയായി ppm നമുക്ക് നോക്കാം. TDSൽ 374, അറൗണ്ട് 400. നമ്മളതിനെ എങ്ങനെ 2 ടൈംസും കൂടെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യണം. 50. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം എടുക്കുക, കപ്പിലിടുക, മിക്സ് ചെയ്യുക. കലക്കി. എ പോർഷൻ അല്ല, ബി പോർഷനാ. എ പോർഷനും സി പോർഷനും ഒന്നിച്ച് വിടാൻ പോകുന്നത്. ബി പോർഷൻ കുറച്ച് കലങ്ങാൻ പാടാണ്. അപ്പം നമ്മൾ കുറച്ച് ടീഡിയസ് പ്രോസസ്സാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്തലോട്ട് പോവാം. കപ്പരു നമുക്ക് അടുത്ത് മിക്സ് ചെയ്യാം. എ പോർഷനും സി പോർഷനും. എ പോർഷൻ സി പോർഷനും എ 50 ഗ്രാംസും സി 25 ഗ്രാംസുമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം അത് നമ്മൾ ബി പോർഷനും 50 ഗ്രാംസ് ആയിരുന്നു. ഓക്കെ, അപ്പം അതും ആൻ മെഷർ ചെയ്ത് ഇടുന്നതായിരിക്കും. വൈഷ്ണവി ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് ഞാനിങ്ങനെ അങ്ങനെ നമ്മൾ എ പോർഷനും സി പോർഷനും മിക്സ് ചെയ്തു. അറൗണ്ട് 80 കൊണ്ടുവരണം. 76 ആയി. സോറി, മതി. അറൗണ്ട് 80 ആയി. ഓക്കെ, നമ്മളിതും അതുപോലെ തന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ മിക്സ് ചെയ്തിട്ട് അറൗണ്ട് 800 ppm ആയിട്ട് ഇതിലാണ് വാട്ടർ സപ്ലൈ ചെയ്യുന്നത്. എടാ, ഇത് ഏത് ക്രോപ്പാടാ? ബേസിലല്ലോ, സെലറി. ഈ 1, 2, 3, 4
സേജും ഇതൊക്കെയാണ് അറ്റം വരെ ഉണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പൈപ്പ് ഉണ്ടല്ലോ, ഈ പൈപ്പിൽ കൂടെ നമ്മൾ ഇതിൽ ഓണാക്കിയിട്ട് നമ്മൾ പൈപ്പിൽ കൂടെ ഈ 4 ബെഡ് 1 2 3 4 4 ട്രഫിലും നമ്മൾ വെള്ളം ഒഴിക്കേണ്ടതാണ്. ഇതാണ് ഇന്നത്തെ പണി. യെസ്, ബാക്കി പണിയായിട്ട് സാർ പിന്നെ വരുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം എത്ര PPM ആയി എന്ന്. ന്യൂട്രിയൻസ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇതിൽ. നമ്മൾ PPM നമ്മുടെ TDS ചെക്ക് ചെയ്യാൻ പോവാണ്. അറൗണ്ട് 800 ആവണം. ഓക്കെ, ആൻഡ് 750 800 ഇടയ്ക്ക് വേണം. Okay, mix. Let's see how much it is. 783, which is perfecto. വിജയം, ഇതാണ് നമ്മുടെ വിജയം. 100%. ഓക്കെ, ഇനി നമ്മൾ ഈ പൈപ്പിൽ കൂടെ വെള്ളം ഒഴിക്കുന്നതായിരിക്കും. അതിന്റെ വീഡിയോ ഞാൻ ഇപ്പം ഇടുന്നതായിരിക്കും. ഓക്കെ, നമ്മളപ്പോൾ മോട്ടർ ഓണാക്കാൻ പോവാണ്. ഓക്കെ, ഇനി 5 ട്രഫിലേക്ക് നനയ്ക്കുന്നതായിരിക്കും. ഇവിടെ അപ്പോൾ 5 നടുവടിക്കാൻ പോവാണ്. ഇവിടെ നിന്ന് അവിടം വരെ നനയ്ക്കണം. ഈ 4 ട്രഫ് ഞങ്ങൾക്ക് നനയ്ക്കാനുള്ളതാണ്. അപ്പോൾ 5 അവിടെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ സമയം കൊണ്ട് ഇവിടെ ബേസിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് നിറച്ചിങ്ങനെ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും കാണാനില്ല. സോ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് എക്സ്ട്രാ ഉള്ളത് പ്ലക്ക് ചെയ്തിട്ട് ഇവിടെ വെക്കുന്നതായിരിക്കും. നമ്മൾ പണി കഴിഞ്ഞപ്പോൾ ജ്യൂസ് കുടിക്കാൻ വന്നിരിക്കുകയാണ്. വേണ്ടല്ലോ അല്ലേ, കഴിക്കരുത്. അടുത്തടുത്തോ. നന്നടി വേണോന്ന്. ഞാനിന്ന് കിൻഡർ ജോയ് വാങ്ങി. അതും എത്ര MRP നമുക്ക് നോക്കാമല്ലോ. അതെ, സൂക്ഷിച്ച് നോക്കിയാൽ 10 രൂപയുടെ കിൻഡർ ജോയ് ഗൈസ്. കിൻഡർ ജോയ് അൺബോക്സ് ചെയ്യാം. ഒറിജിനൽ ആണ്, ഒരു സംശയം വേണ്ട. അതേപോലെ സംഭവമാണെങ്കിൽ ഞാൻ കരയും. ചിരിങ്ങോട്ട് നീങ്ങുന്ന വഴിന്ന് നീങ്ങുന്ന പൊളിക്കാം. കിൻഡർ ജോയ് പൊളിക്കുന്നതിന്റെ ഇടയിൽ യുവതി മരിച്ചു. പിടിക്കോ? ഇതെന്താ? അല്ല, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. സ്മെല്ല് അടിപൊളിയുണ്ട്. ആ ബിസ്ക്കറ്റ് നീ നമ്മളെ മുക്കി കഴിക്കണം. പൈസ കുറയ്ക്കാൻ നോക്കി. അപ്പൊ നമ്മൾ തന്നെ ഉണ്ടാക്കി തിന്നണം. നമ്മൾ തന്നെ മുക്കി തിന്നണം ഗൈസ്. 2 ചോക്ലേറ്റും ഉണ്ട്, ഇതും ഉണ്ട്. ഇത് ബിസ്ക്കറ്റ് ആണ് ഗൈസ്. കുഴപ്പമില്ല, ബിസ്ക്കറ്റ് ആണ് ഗൈസ്. ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ എടുത്ത് പുറത്തിറങ്ങിട്ട് ഇത് മാത്രം കഴിക്കാം. കഴിക്കുക, എല്ലാരും ടേസ്റ്റ് ചെയ്യും. അത് സാന്ദ്ര എടുത്ത് മനുഷ്യൻ മോട്ടുപുത്തുവിലെ ഒരു ക്യാരക്ടറിനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അല്ല, അത് അല്ല, അത് ടാറ്റു ആണല്ലേ. ഇതെന്താ? മാഗ്നറ്റും എന്തോ ഉണ്ട്. നമുക്ക് അവിടെ ചെന്ന് തുറന്നിട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അല്ലേ. ഗൈസ്, ബിസ്ക്കറ്റ് കൊള്ളില്ല ഗൈസ്. ബിസ്ക്കറ്റ് 10 രൂപയ്ക്ക് കുറച്ചുകൂടി ഭേദമുള്ള 10 രൂപയ്ക്ക് കുറച്ചുകൂടി മിനിമം ക്വാളിറ്റി ഉള്ള ബിസ്ക്കറ്റ് വേണമായിരുന്നു. എന്ത് ടോയത്? ആർക്കേലും എന്റെ മാനുവലും
ഇതെന്താ ചാടുന്നില്ല ഗൈസ്. 10 രൂപയ്ക്ക് 10 രൂപയ്ക്ക് അടിപൊളി ടോയാണ് ഗൈസ്. നെക്കി കളിക്കാം. മറ്റേ എന്താ എന്ത് പേഷ്യൻസ് ആണോ, ഷുഗർ പേഷ്യൻസ് ആരെങ്ങനെ ഇങ്ങനെ നെക്കി കളിക്കില്ലേ? എന്തോ അത് അവർക്ക് പറ്റിയ സാധനം ഗൈസ്. കാറിലിരുന്ന് പഠിച്ചു ഗൈസ്. വാവ്, അപ്പോഴത്തേക്കും നശിപ്പിച്ചു ഗൈസ്. ഷൂട്ടറാണ് ഗൈസ്. വാവ്, ടെക്നോളജി അപ്ഡേറ്റ് ആയി ഗൈസ്. പോയി നാരങ്ങ വെള്ളം കുടിച്ച് തിരിച്ചെത്തിരിക്കുകയാണ് ഗൈസ്. ബാക്കിൽ വേറൊരു വ്ളോഗർ ഉണ്ട്. വല്ലപ്പോഴൊക്കെ വീഡിയോ ഇടുള്ളൂ. കൊറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള വ്ളോഗേഴ്സ് ആണ്. അതെ. ഇത് സത്യസന്ധമായി ഡെയിലി അലൻ വ്ളോഗ് ഇടുന്നു. ഞാൻ ഒരു കൊല്ലം ഒരു വ്ളോഗ് ഡിമാൻഡ് കൂടുതലാണ്. നമ്മളെടുത്ത വീഡിയോ നമ്മൾ കണ്ടുപോവുകയാണ്. എന്താ കേട്ടില്ല. നിന്റെ ഗ്യാലറിന്ന് എടുക്കുക. എന്നാലും നമ്പർ 1 വൈഷ്ണവി. ഇങ്ങനെയൊക്കെയാണ് ഐബ്രോസ് മുകളിലേക്ക് പോകുന്ന താഴത്തേക്ക് വരുന്ന എന്തൊക്കെയാണ് മരിക്കുകയാണ്. അതെ, നിങ്ങൾ എല്ലാരും പ്രത്യേകം കാണുന്നതാണ് വീഡിയോയില്. കണ്ടില്ലെങ്കിൽ പിന്നെയും കാണുക ഞങ്ങളുടെ വീഡിയോ. അല്ലന് 5 സിംഗിലാണ്. നിങ്ങൾ റെക്കമെൻഡ് ചെയ്യും ഞങ്ങൾ ഏത് റീൽ ചെയ്യണം. 2 days more. எம்மாடி உன்னால நான் துடிக்கிறேன். കണ്ട് കാണാൻ പറ്റും. അത് മറ്റു ചെയ്യണം. ഇത് നമ്മൾ ഇപ്പോൾ ഇത് വേണം നിങ്ങൾ ചോദിക്കാം, നമുക്ക് ഇട്ടൂടെ ചോദിക്കും. നമ്മളിട്ടങ്ങനെ പലതും പല സൈസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു പ്രായം ആയി കഴിഞ്ഞിട്ട് ഒരു 20-25 ദിവസം കഴിഞ്ഞിട്ട് ഇടുള്ളൂ. അവിടെ കിടന്നു പിന്നെ അതിൻ്റെ അതിന് പോകില്ല. പിന്നെ ഇങ്ങനെ ചെടി വരണനുസരിച്ച് ക്ലിപ്പ് കൂടിയിട്ട് അതിൻ്റെ തണ്ടുമ്പോൾ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് എന്നാണ് ചെന്നതിന് കുക്കുമ്പർ. ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ പരിപാടിയാണ് പോട്ട് നിറച്ചു കൊടുക്കുക ബെഡിൽ. ഇതാണ് പോട്ട് കേസ്. ഇതിങ്ങനെ നിറച്ചു കൊടുക്കുക. അതെ വെടി വയ്ക്കാണ്. കളയല്ലേ എന്തായാലും ഫില്ല് ചെയ്യട്ടെ ഗൈസ്. അവർ ഇപ്പോഴും നനയൽ തന്നെയാണ് ഗൈസ്. നമുക്ക് പ്രൊമോഷൻ കിട്ടി. അവരുടെ അടുത്ത് ഇപ്പോഴും നനയ്ക്കാൻ പറഞ്ഞു. ഓക്കെ ഗൈസ്, സോ ഇപ്പം നമ്മൾ മിൻറ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോവാണ്. ആ പോട്ടിലേക്ക് മിൻറ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ എന്താ പേര് സ്റ്റെം കട്ടിങ്സ് എടുക്കുകയാണ്. യെസ്, സോ അലൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എങ്ങനെ കട്ട് ചെയ്യുന്നത്? ഇങ്ങനെയാണുള്ളത്. ഇങ്ങനെ കട്ട് ചെയ്യുക, ഒരു ഹൈറ്റ് കട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്യണം ഗൈസ് നമ്മൾ. അല്ലെങ്കിൽ ഇത് ചീഞ്ഞു പോകും. അല്ലെങ്കിൽ ഈ ഇല വെള്ളത്തിൽ കിടന്ന് ചീഞ്ഞ് പിന്നെ സ്റ്റെമ്മും ചീഞ്ഞ് റൂട്ടും വരില്ല, ഒന്നും വരില്ല, ഒക്കെ വേസ്റ്റ് ആയിപ്പോവും. അതിലും വേറെ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് ഒരു 3 ഇല മാത്രം മുകളിൽ വയ്ക്കുന്ന രീതിയിൽ നമ്മൾ ഇത് ഫുൾ ക്ലീൻ ചെയ്യണം.
ഇപ്പോൾ സിസേഴ്സ് തന്നെ വേണമെന്നൊന്നുമില്ല, കൈ കൊണ്ടൊക്കെ പറിച്ച് കളയാൻ പോകുള്ളൂ. ഇങ്ങനെ 3 ഇല ബാക്കി വെച്ചിട്ട് ഫുൾ ഇങ്ങനെ വെക്കാം. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഗോണ ഡു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരു ബാസ്ക്കറ്റിലേക്ക് ഇടും. എന്നിട്ട് നമ്മൾ ഉള്ളിൽ പോയിട്ട് അതിനെ പോട്ടിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഗോണ ഡു. ഓക്കെ, അഞ്ജുവിൻ്റെ കോപ്രായങ്ങൾ. അഞ്ജു ഇസ് ബാക്ക്. അഞ്ജു ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് അഞ്ചു ഇല്ലെങ്കിൽ അഞ്ജു ആണ് ഞങ്ങളുടെ എല്ലാ ഗ്രീൻസിന്റെ അഭിമാനം. അപ്പം നമ്മൾ കട്ട് ചെയ്ത സ്റ്റെം മിക്ക ഞാൻ കാണിച്ചു തരാം. ഇത് എടുക്കുക, അത് നടുവോടെ ഇട്ട് പിന്നെയും കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെറിയ മിസ്റ്റേക്ക് ഇനി കുറച്ചുകൂടിയും കട്ട് ചെയ്യേണ്ടി വരും. പ്രശ്നമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വളച്ച് വെച്ചാൽ മതി. വളച്ച് വെച്ചിട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കുക. അപ്പോൾ സെറ്റ് ഗൈസ്. അപ്പോൾ ഇതേ നമ്മൾ ഇത്രയും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ബാക്കി ഒരു 1 2 3 4 5 ബെഡും കൂടി ഉണ്ട്. അത് നമ്മൾ നാളെ വന്നിട്ട് വെക്കുന്നതായിരിക്കും ഗൈസ്. ഇന്ന് ഇവിടുത്തെ പരിപാടികൾ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. സോ ഇനി ഇറങ്ങുമ്പോൾ ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഒരു നല്ല ഊപ്പർ എടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ല, ഇച്ചിരി സീനായിട്ട് ഇരിക്കുകയാണ്. സോ എന്താ കാര്യം എന്നുള്ളത് നാളത്തെ ബ്ലോഗിൽ പറയാം. സോ ഇത്തരം നമ്മൾ വീട് വെച്ച് അതിൻ്റെ ഒക്കെയാണ്. ഓക്കെ ഗൈസ്, നാളെ കാണാം. ബൈ.